ശ്രീ ഉദയകുമാർ മാരാർ, ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 8 or 9 തവണ പറഞ്ഞ ഒരു വാക്കുണ്ട്, മിഡിൽ ക്ലാസ്. അതായത് മധ്യവർഗത്തെ വല്ലാതെ പരിഗണിക്കുമെന്ന സൂചനയും. മധ്യവർഗം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഇക്കോണമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ്, ഒരു വിഭാഗമാണ്. മധ്യവർഗത്തിലുള്ള ആളുകളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇക്കോണമി അല്ലെങ്കിൽ കൺസംഷനാണ് ഇക്കോണമിയെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ. അപ്പൊ കൺസംഷൻ എന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ മധ്യവർഗവും അതുപോലെ തന്നെ ലോവർ ബോട്ടം, അത് ബോട്ടം ഹാഫ് എന്ന് പറയുന്നതിന്, ഈ ബോട്ടം ഹാഫിന് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ പിരമിഡ് എന്ന് പറയുന്ന ഈ വിഭാഗത്തെ, അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഒരു തരത്തിലും കൺസംഷൻ ഉണ്ടാവില്ല. കൺസംഷൻ ഉണ്ടായില്ലെങ്കിൽ സാധാരണ രീതിയിൽ സാധനങ്ങൾ വിറ്റഴിയില്ല. സാധനങ്ങൾ വിറ്റഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ടാക്സ് കളക്ഷൻ സ്റ്റേറ്റിനായാലും സെൻട്രൽ ഗവൺമെന്റിനായാലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഈ ബജറ്റിൽ മധ്യവർഗത്തെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടാക്സ് റേറ്റിലുള്ള വ്യത്യാസമായിരിക്കാം. ടാക്സ് റേറ്റിലെ വ്യത്യാസം ഒരുപക്ഷെ സർക്കാർ പരിഗണിക്കാം. കാരണം ഫൈനാൻസ് ആക്ട് 2019 കോർപ്പറേറ്റുകൾക്ക് ടാക്സിനകത്ത് ചെറിയൊരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇൻസെന്റീവ്സ് ഒന്നും വാങ്ങാതെ കമ്പനികൾക്കാണെങ്കിൽ 22% ടാക്സ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എല്ലാ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി പ്രകാരമാണ് ആ കമ്പനി സെറ്റപ്പ് ചെയ്തതെങ്കിൽ 2023 മാർച്ച് 31 മുമ്പായിരുന്നു ആദ്യത്തെ ഡേറ്റ്. പിന്നീട് അത് 2024 മാർച്ച് 31 മുമ്പ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ കമ്പനി 15% ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ആ രീതിയിൽ കോർപ്പറേറ്റുകൾക്ക് ചെറിയൊരു ടാക്സിന്റെ ആനുകൂല്യം സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു 2019. അതുപോലെ ഒരു ടാക്സ് ആനുകൂല്യം ഒരുപക്ഷെ മിഡിൽ ക്ലാസ്സിന് ടാക്സ് കൊടുക്കുന്ന ടാക്സ് പേയേഴ്സ്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ടാക്സ് പേയേഴ്സ് ആണ്, ഈ ടാക്സ് പേയേഴ്സിന് അങ്ങനെ ഒരു ആനുകൂല്യം ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ ഇന്നലെ പുറത്തിറക്കിയ ഇക്കണോമിക് സർവേയിൽ വളരെ വ്യക്തമായി പ്രധാനമന്ത്രി ഇതിന് മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പുറത്തിറക്കിയ ഫൈനാൻസ് ബില്ലിന്റെ ഇന്നലെ പുറത്തിറക്കിയ ഇക്കണോമിക് സർവേ മാത്രമല്ല, അതിനകത്ത് ഗവൺമെന്റ് ഒരു കാര്യം പറയുന്നുണ്ട്, ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ വേ എന്ന ഒരു കാര്യം സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഇക്കണോമിക് സർവേയിലും ആ വാക്ക് തുടർച്ചയായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ടാക്സ് കൺസെഷനോ അല്ലെങ്കിൽ നേരിട്ടുള്ള ബെനിഫിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻസെന്റീവ്സോ കൊടുത്ത് സാധാരണക്കാരന്റെ കയ്യിൽ പണം എത്തിക്കുന്നതിന് പകരം ഒരുപക്ഷെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ടാക്സിന്റെ വഴിയിലൂടെ ആയിരിക്കില്ല സർക്കാർ സാധാരണക്കാരന്റെ കയ്യിൽ പണം എത്തിക്കാൻ ശ്രമിക്കുന്നത്, മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെത് മിഡിൽ ക്ലാസിന്റെ കയ്യിൽ പണം എത്തിക്കുക എന്നതിനോടൊപ്പം തന്നെ സർക്കാരിന് മറ്റ് പലതരത്തിലുള്ള പ്രയോറിറ്റിയും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാരന്റെ കയ്യിൽ പണം എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ടാർഗറ്റാണ് സർക്കാരിന്റെ ബജറ്റിലൂടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നമുക്കൊരു പക്ഷെ തെറ്റുപറ്റാം. കാരണം സർക്കാർ അതിലുപരിയായി ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആദ്യം അതിന് ആ സാഹചര്യം ഉണ്ടാക്കി വെക്കണം. സാധാരണക്കാരന്റെ കയ്യിൽ പണം എത്താനും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാനും, ജോലി കിട്ടിയെങ്കിൽ മാത്രമേ സാധാരണക്കാരന് പൈസ സ്പെൻഡ് ചെയ്യാൻ സാധിക്കൂ, പ്രത്യേകിച്ച് യുവാക്കൾക്ക്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സർക്കാർ പുതിയ പാതയൊരുക്കാനായിരിക്കാം നേരിട്ട് ടാക്സ് കൺസെഷനോ അല്ലെങ്കിൽ നേരിട്ട് ഇൻസെന്റീവ്സോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ നേരിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സർക്കാർ അതിന് ഉതകുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.